സ്കൂൾ ഒളിമ്പിക്സിൽ നിന്ന് കൊടിയിറങ്ങുമ്പോൾ സബ് ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ കോഴിക്കോടിന്റെ അൽക്ക ഷിനോജ് സ്വർണം നേടിയിട്ടുണ്ട്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറത്തിന്റെ നീരജിനാണ് സ്വർണം. അത്ലറ്റിക്സിൽ മലപ്പുറവും പാലക്കാടും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്തിന് തന്നെയാണ്. ഗെയിംസിലും അവരുടെ ആധിപത്യമായിരുന്നു. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യാതിഥിയാകും. സുനിഷ എല്ലൂരും ജയേഷ് പൂക്കോട്ടൂരും ചേരുന്നുണ്ട്. സുനിഷ, ഗുഡ് മോർണിംഗ്. ജയേഷ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ മേള കൊടിയിറങ്ങുകയാണ്. ഇടയ്ക്ക് മഴ പെയ്തുപോയി. പക്ഷേ മഴയെ തളർത്താത്ത പോരാട്ടവീര്യം നമ്മൾ കണ്ടു. പല പല മീറ്റ് റെക്കോർഡുകൾ നമ്മൾ കണ്ടു. മീറ്റ് റെക്കോർഡുകൾ ഭേദിച്ച കുഞ്ഞുങ്ങളുടെ കണ്ണീരും പിന്നീട് അവരുടെ പുഞ്ചിരിയും നമ്മൾ ഇക്കുറി മൈതാനത്ത് നിന്ന് കണ്ടു. സുനിഷ എല്ലൂർ, എങ്ങനെയാണ് മത്സരം അവസാനിക്കുമ്പോൾ? ഇപ്പോൾ മന്ത്രി പറയുന്നത് പോലെ മറ്റെല്ലാ കായിക മത്സരങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധ കിട്ടിയ ഒരു കായിക മത്സരമാണോ സ്കൂൾ കുട്ടികളുടെ ഒളിമ്പിക്സ് ആണോ ഇപ്പോൾ പടിയിറങ്ങുന്നത്? പേരന്വർത്ഥമാക്കിയോ? ഉറപ്പായിട്ടും അതിലൊരു സംശയവുമില്ല അരുൺ. ഒരുപക്ഷെ കഴിഞ്ഞ തവണയാണ് നമ്മൾ സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിൽ ഈ കായികമേള തുടങ്ങുന്നത്. പിന്നാലെ ഇത്തവണയും അതേ രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നു ആദ്യ ദിവസം. എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ നല്ല പേമാരിയിലാണ് കുട്ടികൾ ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ആ മഴയൊന്നും അവരെ തളർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പിറന്ന മീറ്റ് റെക്കോർഡുകൾ തന്നെ പറയുന്നത് എന്നുള്ളതാണ്. സാധാരണ കഴിഞ്ഞ തവണ 9 റെക്കോർഡുകളാണ് ഈ ട്രാക്കിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അതിന്റെ ഇരട്ടിയോളം മീറ്റ് റെക്കോർഡുകൾ പിറന്നു എന്നുള്ളതാണ്. 100 മീറ്ററിലൊക്കെ വേഗറാണിയും രാജാവും ഒക്കെ ആരെയെന്ന് ചോദിക്കുമ്പോൾ മീറ്റ് റെക്കോർഡ് കൂടിയാണ് അവർ വേഗരാജാവും റാണിയും ഒക്കെ ആയ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു വലിയ പ്രത്യേകതകളോട് കൂടിയുള്ള ഒരു കായികമേള എന്നുള്ളതാണ്. ഏതായാലും കൊടിയിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ആധിപത്യം എങ്ങനെയാണ്? അവസാനത്തെ ഒരു 6 ഇവന്റുകളിൽ അതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിപ്പോഴും അത്ലറ്റിക്സിൽ ചാമ്പ്യൻ ആരാന്ന് ഇപ്പോഴും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. മേള കഴിയാറായി. ഇനി 6 ഇവന്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ 6 ഇവന്റ് ബാക്കിയുള്ളപ്പോൾ പോലും ആരാണ് ജേതാവെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ മേളയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. കാരണം റിലേ മത്സരങ്ങൾ ഇപ്പോൾ നിലവിൽ അത്ലറ്റിക്സിൽ 195 പോയിന്റുമായി മലപ്പുറം നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ മലപ്പുറം നമ്മൾ നോക്കുമ്പോൾ അത് പാലക്കാടായിരുന്നു മുന്നിൽ. പക്ഷേ ഇന്ന് നേരെ തിരിഞ്ഞത് മലപ്പുറം മുന്നിലേക്ക് 152 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട് പാലക്കാട്. കാരണം ഇന്ന് നടന്ന 400 മീറ്ററിലെ 6 ഇവന്റുകളിൽ 4ലും പാലക്കാട് എത്തിക്കഴിഞ്ഞുള്ളത്. ഇതാ ഇപ്പോൾ ഒരു സബ് ജൂനിയർ പെൺകുട്ടികളുടെ 4x100 മീറ്റർ റിലേ മത്സരം പുരോഗമിക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള 6 റിലേകളാണുള്ളത്. അതിലായിരിക്കും ഉറപ്പായിട്ടും ജേതാവിനെ നിശ്ചയിക്കുക എന്നുള്ളത്. കാരണം റിലേയിൽ മറ്റു മത്സരങ്ങളിൽ ജേതാവിന് 5 പോയിന്റ് ലഭിക്കുമ്പോൾ റിലേയിൽ 10 പോയിന്റ് ലഭിക്കും. 6 റിലേയിൽ 60 പോയിന്റ് ജേതാവിന് മാത്രം വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവസാന ഇനം വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് ചോദിക്കുകയാണ്, ഒരു മലപ്പുറംകാരൻ എന്നുള്ള രീതിയിൽ മലപ്പുറം മുന്നിൽ വേണോ അല്ലെങ്കിൽ പാലക്കാട് കയറും? എന്താണ് ഒരു കണക്കുകൂട്ടൽ? മലപ്പുറം കിരീടം നിലനിർത്തും. നിലവിലെ ചാമ്പ്യൻസ് തന്നെയാണ് മലപ്പുറം. സ്വാഭാവികമായിട്ടും അത്ലറ്റിക്സിൽ മലപ്പുറം വിട്ടുകൊടുക്കുന്നില്ല. പാലക്കാട് അതിന്റെ ആധിപത്യം തുടരുന്നുണ്ട്. ഇന്ന് 4 സ്വർണം നേടിയിട്ട് 400 മീറ്ററിലുണ്ട്. ഇനി റിലേ കൂടി 6 കഴിഞ്ഞാൽ റിലേക്ക് വെച്ചതാണ്. റിലേയിലേക്ക് വെച്ചിട്ട് ലാസ്റ്റ് അവസാനം കൊതിപ്പിച്ച് കടന്നു കളയും പാലക്കാടിനെ. അരുണെ, പാലക്കാടിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇടപെട്ട പാലക്കാട് ഈ റിലേ മത്സരത്തിൽ കയറി അങ്ങ് സ്വർണം അടിക്കുന്നുള്ളതാണ്. ഒരുപക്ഷെ മലപ്പുറം കഴിഞ്ഞ തവണ അതിന്റെ സുനിഷയുടെ നാക്ക് പൊന്ന എന്ന് തോന്നുന്നു. പാലക്കാട് ആദ്യ റിലേയിലെ ഗോൾഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 4x100 മീറ്റർ റിലേയിൽ പാലക്കാടിനാണ് സ്വർണം. 10 പോയിന്റ് വ്യത്യാസം വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ. തീർച്ചയായിട്ടും സുനിഷയുടെ പ്രവചനം അത്തരത്തിൽ കയറുമെന്ന് തോന്നുന്നു. ഞാൻ ഏറെ കയറുമോ? ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തവണ പാലക്കാട് അടിക്കുന്ന. എല്ലാ തവണയും ഒരേ ജില്ലകൾ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും 3 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. റിലേയിൽ ഒന്നാം കൂടി പാലക്കാടിന് 192 പോയിന്റായി. രണ്ടാമതുള്ള മലപ്പുറത്തിന് 195 പോരാട്ടങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു. അതിൽ ആധിപത്യം ആർക്കായിരിക്കാനാണ് സാധ്യത? പാലക്കാടിനോ മലപ്പുറത്തിനോ? ഇനി 5 ഐറ്റം മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം സബ് ജൂനിയർ പെൺകുട്ടികളുടെ 100 റിലേ മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കഴിഞ്ഞു. ഇനി ജൂനിയർ കുട്ടികളുടേതുണ്ട്, ഒപ്പം തന്നെ സബ് ജൂനിയർ ആൺകുട്ടികളുടേതുണ്ട്, സീനിയർ ആൺപെൺ. അങ്ങനെ 5 ഐറ്റം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഓരോ ഐറ്റിലും 10 പോയിന്റ് വീതം വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ക്രൂഷ്യലാണ്. നേരത്തെ 13 പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഈ ഒരൊറ്റ മത്സരത്തിൽ കൊണ്ട് തന്നെ 3 പോയിന്റായി ചുരുങ്ങി. ഇനി അടുത്ത മത്സരത്തിൽ ആര് വിജയിക്കുന്നു അവർ മുന്നിലോട്ട് കയറും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു റിലേ അവസാന സ്ഥാനത്തേക്ക് വെക്കുന്നു. ആ റിലേയിൽ 10 പോയിന്റ് വരുന്നു. അത് തന്നെയാണ് ഈ മത്സരഫലത്തെ നിർണ്ണയിക്കാൻ പോകുന്നതും. അവസാന മത്സരം വരെ നമ്മൾ കാത്തിരുന്നേ തീരും ആരാണ് ജേതാവെന്ന് പറയാൻ വേണ്ടിയിട്ട്. 5 മത്സരം കൂടിയുണ്ട്. അപ്പൊ അതുകൂടി കഴിയുമ്പോൾ കൃത്യമായി ആരാണ് ഈ അത്ലറ്റിക്സിന്റെ ചാമ്പ്യന്മാരെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഓവറോൾ കിരീടം ഏതായാലും തിരുവനന്തപുരം ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി അവർക്ക് നൽകുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങുന്നത്? തിരുവനന്തപുരം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അത്ലറ്റിക്സിൽ ആരാണ് മുൻപിൽ എന്നുള്ളത് അല്പസമയത്തുള്ളിൽ പ്രേക്ഷകരെ അറിയിക്കാം. ഗംഭീരമായിരുന്നു. ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു. ഇപ്പോഴും അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കരുത്തിനെയും പ്രതിഭയെയും ഒന്നും ഒരു മഴയ്ക്കും പരാജയപ്പെടുത്താൻ സാധിച്ചില്ല.